നമുക്കൊപ്പം മുൻമന്ത്രി A.K. ബാലൻ ചേരുകയാണ്. സർ, ഈ ഖേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇടപെടൽ ഉണ്ടാകുന്നു കോടതിയുടെ ഭാഗത്തു നിന്നും. വളരെ ഗുരുതരമായ ഇടപെടലാണ്. ഇനി എന്ത് ചെയ്യാൻ കഴിയും സർക്കാരിന് എന്നാണ് കോടതി ചോദിക്കുന്നത്. ഒപ്പം പൂർണ്ണരൂപം, ഈ ഖേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതിയിൽ ഹാജരാക്കണമെന്നും പറയുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്, ഇത് പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം ഫസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഒരു ഉത്തരവിന്റെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഇത് റെയിലിന്റെ മുകളിലാക്കാൻ പറ്റും. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ എഞ്ചിൻ വേറൊരു ഭാഗത്തും റെയിൽ വേറൊരു ഭാഗത്തുമാണ്. ഈ റെയിലിന്റെ മുകളിൽ ഈ എഞ്ചിൻ വരണമെങ്കിൽ, അതായത് നിയമത്തിന്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കപ്പെടണമെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വ്യക്തമായിട്ടുള്ള ഉത്തരവ് വേണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. അത് പറയാനുള്ള കാരണം, ഉമ്മൻചാണ്ടി കേസിന്റെ അകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്, നിങ്ങൾ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടായാലും ശരി, സാധാരണ നിലയിലുള്ള ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ടായാലും ശരി, കമ്മീഷന്റെ തെളിവെടുപ്പിന്റെ ഭാഗമായി രൂപപ്പെടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോഗ്നിസൻസ് എടുക്കാൻ പറ്റില്ല, അന്വേഷിക്കണം. അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ട് FIR ഇടാൻ പാടുള്ളൂ. ഇവിടെ കേവലം ഒരു റിപ്പോർട്ട് ഭാഗമായി ഒരു FIR ഇടാൻ സാധിക്കില്ല എന്നുള്ളത് നിലവിലുള്ള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയാൻ നിർബന്ധിക്കപ്പെട്ടത്. മാത്രവുമല്ല, രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ഭാഗമായി ഒരു ക്രിമിനൽ നടപടി എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ടും സൂചിപ്പിച്ചിട്ടില്ല. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ മുമ്പാകെ മൊഴി കൊടുത്ത ഒരാൾ പോലും ഞങ്ങളുടെ പേര് വ്യക്തമാക്കാൻ പാടില്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും പാടില്ല. എന്നാൽ മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി തെറ്റായിട്ടുള്ള പ്രവണതകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. ഒരിക്കലും ഞങ്ങളുടെ പേരെ പറയാൻ പാടില്ല. ആ രൂപത്തിൽ ഞങ്ങൾ ഇതിലൊരു പരാതിക്കാരല്ല എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കമ്മീഷൻ തന്നെ ഗവൺമെന്റിന് കത്ത് കൊടുത്തു. ഇതിന്റെ ഭാഗമായി ഈ റിപ്പോർട്ടേ പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഇതാണ് ഗവൺമെന്റിന് അലട്ടിയ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ട് തന്നെ നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പൊ എന്താണ് കോടതി വ്യക്തമായി പറഞ്ഞതിന്റെ ഉത്തരവ് എന്റെ കയ്യിലില്ല. നിങ്ങളെ പോലുള്ള പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, കോടതി എന്താണോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് അത് പരിപൂർണമായി ഗവൺമെന്റ് കംപ്ലൈന്റ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കും എന്ന് മാത്രമല്ല, ശക്തമായിട്ടുള്ള നിലപാട് ഇതിനകം തന്നെ ഈ മേഖലയിലെ തെറ്റായ പ്രവണതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെസിഫിക്കായി ഗവൺമെന്റിന്റെ മുമ്പിലുണ്ടായ പരാതികളുടെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ചിലരെ ജയിലിലേക്ക് ആക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതായിരിക്കും. അത് പൂർണ്ണമായും ഈ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഗ്രീവഡായിട്ടുള്ള ആൾക്കാർക്ക് ഗുണം ചെയ്യുന്ന രൂപത്തിൽ മാത്രമേ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിലപാടുകൾ ഉണ്ടാവുകയും ചെയ്യും. ശ്രീ A.K. ബാലൻ, ഇപ്പൊ നമ്മൾ ഈ പൂർണ്ണ രൂപം സമർപ്പിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. നിയമവശം അനുസരിച്ച് നമ്മൾ അത് സമർപ്പിക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായും. അത് ഗവൺമെന്റ് പരിശോധിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് പരിശോധിച്ചിട്ട് ഉചിതമായ തീരുമാനം കാര്യത്തിൽ എടുക്കും. ഒരു കാര്യം കൂടി, ഈ നിയമവശം പരിശോധിക്കുമ്പോൾ ഇനി ഇതിൽ ഈ താങ്കൾ പറഞ്ഞ നേരത്തെ ഇപ്പൊ അബിൻ വർക്കി സംസാരിക്കുകയായിരുന്നു, യൂത്ത് കോൺഗ്രസ് നേതാവ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ സ്വകാര്യതയെ മാനിക്കണം, അതിനെ ഹനിക്കരുത് എന്ന് പറയുന്നത് ഇരകളുടെ പേര് പറയാതിരിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്നാണ്. അങ്ങനെയാണോ? അതോ മൊഴി നൽകിയ ആരുടെയും പേര് വിവരങ്ങൾ പുറത്തുവിടരുത് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ടോ അതിൽ? ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നാളെ അന്വേഷിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ അന്വേഷണ കമ്മീഷന്റെ, അതായത് ഇൻവെസ്റ്റിഗേഷന്റെ മുമ്പാകെ പരാതിക്കാരുണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. ഇതൊരു ഡിഫാക്ടോ കംപ്ലൈന്റ്, ഒരു DURA കംപ്ലൈന്റ് ഇല്ലാതെ അന്വേഷണ ഏജൻസികൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക. പക്ഷെ അവരുടെ പേര് വെളിപ്പെടുത്താതെ ചെയ്യാൻ പറ്റും അന്വേഷണ ഏജൻസികൾക്ക്. പക്ഷെ അന്വേഷണ ഏജൻസികൾ ആ രൂപത്തിലുള്ള ഒരു ഉദ്യമത്തിലേക്ക് പോയാൽ ഇങ്ങളെ പോലുള്ള ആൾക്കാർക്ക് കണ്ടുപിടിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഫലത്തിൽ പുറത്തു വരൂല്ലേ. ശരി, വളരെയധികം നന്ദി. ശ്രീ A.K. ബാലൻ ആണ്